കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് 100% വരെ തൊഴിൽ സംവരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് മന്ത്രിസഭ അംഗീകാരം നൽകിയ ബിൽ വിവാദങ്ങൾക്ക് പിന്നാലെ താൽക്കാലികമായി മരവിപ്പിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷമാകും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. IT മേഖലയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ സർക്കാർ ബിൽ മരവിപ്പിച്ചത്. വ്യവസായ മേഖലയുമായി ആലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബില്ല് മരവിപ്പിച്ച സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാനാണ് തീരുമാനം. കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് 100% വരെ നിയമനങ്ങൾ സംവരണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബില്ലിനായിരുന്നു കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. കർണാടകത്തിൽ ജനിച്ചു വളർന്നവർക്കൊപ്പം 15 വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവരുമായവർക്ക് സംവരണം നൽകാനാണ് ബില്ലിലെ വ്യവസ്ഥ. വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മറ്റു സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് തസ്തികകളിൽ 50%, മാനേജ്മെന്റ് ഇതര തസ്തികകളിൽ 75% തദ്ദേശീയർക്ക് സംവരണം ചെയ്യാനാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ സർക്കാരിന്റെ നീക്കത്തിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു. ഇതേ തുടർന്ന് ബില്ലിന് സർക്കാർ അനുമതി നൽകിയില്ലെന്ന കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇട്ട പോസ്റ്റ് നേരത്തെ സമൂഹമാധ്യമമായ എക്സിൽ ഡിലീറ്റ് ചെയ്തിരുന്നു. IT സർവീസ് സംഘടനകളുടെ ദേശീയ സംഘടനയായ നാസ്കോം ഉൾപ്പെടെ ബില്ലിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രമുഖ വ്യവസായികളും ബില്ലിനെ എതിർത്ത് രംഗത്തെത്തി. തൊഴിലിൽ നൈപുണ്യമുള്ളവരുടെ എണ്ണം കുറയുമെന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. ജന്മം കൊണ്ട് അഥവാ ഒരാൾ ജനിച്ച സ്ഥലം പരിഗണിച്ച് ഇത്തരം സംവരണം ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള നിയമോപദേശം സർക്കാരിന് ലഭിച്ചെന്നാണ് വിവരം.